മാലദ്വീപ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആചാരപരമായ ഗാർഡ് ഓഫ് ഓണർ നൽകി. ആചാരപരമായ ചടങ്ങിൽ പ്രധാനമന്ത്രി ഗൺ സല്യൂട്ട് സ്വീകരിച്ചു. മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയ്സുവും ചടങ്ങിൽ സന്നിഹിതരായി. റിപ്പബ്ലിക് സ്ക്വയറിൽ ഇന്ത്യയുടെയും മാലദ്വീപിന്റെയും ദേശീയ ഗാനങ്ങളും ആലപിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ആദരിക്കുന്നതിനായി മാലദ്വീപ് പ്രതിരോധ മന്ത്രാലയം അവരുടെ കെട്ടിടത്തിൽ പ്രധാനമന്ത്രി മോദിയുടെ ചിത്രം പ്രദർശിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അന്താരാഷ്ട്ര സന്ദർശനങ്ങൾക്ക് 295 കോടി രൂപ ചെലവഴിച്ചതായി കേന്ദ്ര സർക്കാർ. 2021 മുതൽ 2024 വരെയുള്ള കണക്കുകളാണ് കേന്ദ്രം പുറത്തുവിട്ടത്. 2025 US, ഫ്രാൻസ് ഉൾപ്പെടെയുള്ള 5 രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിനായി 67 കോടിയിലധികം രൂപ ചെലവഴിച്ചതായും കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട ഡേറ്റയിൽ പറയുന്നു. തൃണമൂൽ കോൺഗ്രസ് MP ഡെറക് ഒബ്രിയാന്റെ ചോദ്യത്തിന് രാജ്യസഭയിൽ നൽകിയ മറുപടിയിലാണ് കണക്കുകൾ. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണ നടപടിയെ ചൊല്ലിയുള്ള പ്രതിഷേധം ലോക്സഭയിലും രാജ്യസഭയിലും ഇന്നും തുടർന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി നിർത്തണമെന്ന് പ്രതിപക്ഷ എംപിമാർ ആവശ്യപ്പെട്ടു. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ ഭരണഘടനയുടെ 124, 217, 218 എന്നീ ആർട്ടിക്കിളുകൾ പ്രകാരം സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് 145 ലോക്സഭാംഗങ്ങളും രാജ്യസഭയിൽ 63 പ്രതിപക്ഷ എംപിമാരും മെമ്മോറാണ്ടം സമർപ്പിച്ചു. പ്രതിപക്ഷം പാർലമെന്റ് തടസ്സപ്പെടുത്തുകയാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ആരോപിച്ചു. ആദ്യ ആഴ്ചയിൽ ഒരു ബിൽ മാത്രമേ പാസാക്കാൻ കഴിഞ്ഞുള്ളൂ. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ നീക്കം ചെയ്യുന്നത് സംയുക്തമായി വേണമെന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സമ്മതിച്ചിട്ടുണ്ട്. ലോക്സഭയിൽ ഇക്കാര്യത്തിൽ പ്രമേയം അവതരിപ്പിക്കുമെന്നും രാജ്യസഭയിൽ പ്രമേയം അംഗീകരിച്ചു കഴിഞ്ഞാൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.